ദുഃഖാവസരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. പഹൽഗാമിൽ സംഭവിച്ചത് ശേഷം നമ്മളെല്ലാവരും അനുഭവിച്ച ദുഃഖം. ഞാൻ തിരുവനന്തപുരത്തായ കാരണം നേരത്തെ സമയം കിട്ടിയില്ല വന്നിട്ട് ഇവരെ കാണാൻ. പക്ഷെ ഇന്ന് കൊച്ചിയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിധവ, അദ്ദേഹത്തിൻ്റെ മകനും മകളും കുടുംബക്കാരെയും ഒക്കെ കണ്ടിട്ട് ദുഃഖം പങ്കെടുക്കാനും അവരുടെ മാന്യതയും അന്തസ്സിനും ഒരു നല്ല വാക്ക് പറയാനും അത്ര നന്നായി ഈ ദുഃഖം അവർ സഹിച്ചിട്ടുണ്ട്. ലോകം എല്ലാവരും കണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അതും കൂടി പറയാനും അവരെ ആശ്വാസിക്കാൻ, അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടാവില്ലല്ലോ ഇതൊരു മരണം കഴിഞ്ഞ ശേഷം. പക്ഷേ എന്തായാലും ഒരു കണ്ടോളൻസ് പറയാൻ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ചോദ്യങ്ങളുണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ല. എന്താണ് അത് ഞാനത് ആ ദിവസം തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ട്വിറ്ററിൽ ഞാൻ ഒരിക്കലിട്ടത് എൻ്റെ സ്റ്റാഫ് അതിനെ ഫേസ്ബുക്കിലാക്കിയപ്പോൾ കുറച്ച് വൈകി. പക്ഷേ എനിക്ക് തോന്നി അതൊരു ഒരു കഷ്ടമായിരുന്നു. ഒരു മനുഷ്യനും ആ വേദിയിൽ 3 പേര് സംസാരിച്ച് 3 പേരും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല. പക്ഷേ ഈ ആദ്യത്തെ കമ്മീഷനിങ് അഗ്രിമെൻ്റ് ഒപ്പിട്ടത് അദ്ദേഹത്തിൻ്റെ കാലത്തിലാണ്. ഈ ആദ്യത്തെ വയബിൾ ബിഡ് വരുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത്. പക്ഷേ അച്യുതാനന്ദ സമയത്ത് 2 ബിഡ് ഇറക്കി, 2ഉം ഫെയിലിയറായി. എന്താ അതിൻ്റെ കാരണം? ക്വാളിഫൈഡ് ബിഡേഴ്സൊക്കെ ചൈനീസ് കമ്പനിയുടെ ബന്ധമുണ്ടായ കാരണം നമ്മുടെ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല. പിന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തിലാണ് അദ്ദേഹത്തിന് ഒരു കൈയെടുക്ക ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതിൽ ശ്രീ അഡാനിയെ ഒരു പ്ലെയിനിൽ കണ്ട് സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വിഴിഞ്ഞത്തിന് വേണ്ടി ബിഡ് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ട് വിഴിഞ്ഞത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഫ്ലൈറ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, ഞാൻ ലാൻഡ് ചെയ്ത് ഉടനെ എൻ്റെ കമ്പനിയെ വിളിച്ചിട്ട് ടെൻഡർ ഡോക്യുമെൻറ്റ് മേടിക്കാൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെയൊക്കെ നയിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. അവസാനത്തിൽ അദ്ദേഹം എല്ലാ നെഗോസിയേഷൻ നടത്തി, അദ്ദേഹം ഒപ്പിട്ടു, ഉദ്ഘാടനം ചെയ്തു. 2015 നമ്മളുടെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ജനങ്ങൾക്കും വേണ്ടിയുള്ള നഷ്ടപരിഹാരം ക്യാബിനറ്റിൽ പാസ്സാക്കി. ഇതെല്ലാം ചെയ്ത ശരിക്ക് ഒരു മാർഗം കാണിച്ച ശ്രീ ഉമ്മൻചാണ്ടിയെ ഓർക്കാതിരിക്കുന്നത് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും ഞാൻ എപ്പോഴും പറഞ്ഞ് നടക്കുന്ന ഒരു കാര്യമാണ്, ശ്രീ നാരായണ ഗുരു എപ്പോഴും പറയില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. ഇത് വികസന വിഷയം രാഷ്ട്രത്തെ നന്നാക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നമ്മൾക്ക് ഒരു രാഷ്ട്രം കളിക്കാൻ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇത് എല്ലാ പാർട്ടികളും സഹകരിക്കുന്നതാണ് നമ്മുടെ ഒരു അഭിമാനം. ഞാൻ സ്ഥലത്തിൻ്റെ MP-യും ലോങ്ങസ്റ്റ് സെർവിങ് ഡയറക്ടറാണ് യൂണിയൻ ബോർഡിൽ. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, 2 പേരും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഒപ്പം കേന്ദ്ര സർക്കാർ 11 വർഷമായി നയിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അവരുടെ രീതിയിൽ സഹായിച്ചു. അത് മാത്രമല്ല ഇന്നലെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇത് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സന്തോഷകാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കാനൊരു ആവശ്യമുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല എല്ലാവരും ഒരു കോൺട്രിബ്യൂഷൻ ഓർക്കുന്നത് നമ്മളുടെയും ഒരു മര്യാദയാണ്. അപ്പം ഞാൻ ഇപ്പോഴത്തെ സർക്കാരിനോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, പക്ഷേ അതിൻ്റെ ഒപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നവർ ചെയ്തതിനെക്കുറിച്ചൊന്നും മറക്കരുത്. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഈ ഉദ്ഘാടന വേദിയിൽ BJP അധ്യക്ഷൻ ഇരിപ്പിടം കൊടുക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, അതിൽ ഉത്തരവാദപ്പെട്ടൊരു ആൾക്ക് ഞങ്ങൾ എല്ലാവർക്കും ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു സർക്കാരിൽ നിന്ന്, എത്ര മണിക്കാണ് എത്തേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും, ഞാനൊരു 10 മണിക്കാണ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു 9:45, 9:50 എത്തുമ്പോഴേക്കും മറ്റേ 1-2 ആൾക്കാർ എൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നിൽക്കുകയായിരുന്നു വെളിയിൽ. നമ്മളുടെ മിനിസ്റ്റർ GR അനിൽ ഉണ്ടായിരുന്നു, സജി ചെറിയൻ ഉണ്ടായിരുന്നു, അതിൽ 3-4 പേര്. അപ്പോൾ നമ്മളൊക്കെ നിന്ന് സംസാരിക്കുകയായിരുന്നു വെളിയിൽ. ചിലവരകത്ത് ലൗഞ്ചിൽ ചായ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് BJP അധ്യക്ഷൻ അവിടെ വേദിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ ആവശ്യം തോന്നിയില്ല. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹോളിൽ ഇല്ലാത്ത കാരണം ഞാൻ ഈ മുദ്രാവാക്യം വിളിക്കുന്നതൊന്നും ആ സമയത്ത് കണ്ടില്ല. പക്ഷേ ഒരു സംശയവുമില്ല, എല്ലാ പാർട്ടികൾക്കും ഇതിനെ ഒരു അവസരമായി കണ്ടു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ LDFകാർ എന്തൊക്കെയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ പറഞ്ഞത്. ഞങ്ങളുടെ കാലത്തിലും അഴിമതിയുണ്ടെന്ന് പറഞ്ഞു, ഇതൊരു സമുദ്രത്തിന് ഒരു കൊള്ളയാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞവരാണ് ഇന്ന് വലിയ സന്തോഷത്തോടെ വിഴിഞ്ഞത്തിന് ആഘോഷിക്കുന്നത്. ഇതല്ലേ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്,
ഫെയിലിയർ ഇസ് എൻ ഓഫൻ. ഇപ്പോൾ ഈ പ്രോജക്റ്റ് പിന്നെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറയും, നോക്കൂ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് മോശമാണെന്ന്. ഇപ്പോൾ പ്രോജക്റ്റ് നന്നായി വന്നപ്പോൾ എല്ലാവർക്കും അതിനൊരു ക്രെഡിറ്റ് വേണം. അപ്പോൾ ഒരിക്കൽ എതിരിച്ച LDFും സ്ഥലത്തിൽ തീരെ സാന്നിധ്യമില്ലാത്ത BJPയും അവരെല്ലാവരും അതിന് ക്രെഡിറ്റ് എടുക്കുന്നു. നമ്മളൊക്കെ നമ്മുടെ ജോലി ചെയ്തു, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വികസനം വരട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. അത്രയും. ഇനി എൻ്റെ അറിവിൽ എനിക്കിതിനെക്കുറിച്ച് ഒരു വാക്കുമില്ല. ഞാനൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് ആരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ മാധ്യമത്തിൽ നിങ്ങളിത് പറയുന്നതെന്ന് കേട്ടു, പക്ഷെ ഞാൻ ഒഫീഷ്യൽ സോഴ്സ് ഒന്നും കേട്ടിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഒരിക്കലും എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, ഇനി വീണ്ടും ആവർത്തിക്കൊണ്ടിരിക്കുന്നില്ല. ഇതെല്ലാം അഥവാ വല്ല തീരുമാനങ്ങൾ ഡൽഹിയിൽ എടുക്കണ്ടെങ്കിൽ അത് എന്നെ എന്തായാലും അറിയിച്ചിട്ടില്ല. ഇല്ല, മാറണമെന്നല്ല എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ശ്രദ്ധ ഇനി നമ്മളുടെ പാർട്ടിയുടെ അകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ജനങ്ങൾക്ക് നമ്മൾ എന്താ ചെയ്യാൻ സാധിക്കുക അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. നമ്മൾക്ക് 1 വർഷമേ ഉള്ളൂ. അത് മാത്രമല്ല, ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് 6 മാസത്തിനകത്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ വരാൻ പോവുകയാണ്. പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും നഗരസഭകളൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് ഗ്രാസ് റൂട്ട്സ് പ്രവർത്തനം, ബൂത്ത് കമ്മിറ്റി, വാർഡ് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, ഇതിലൊക്കെ ശക്തി കൊടുക്കണം. അതിൽ വല്ല വീഴ്ചയുണ്ടെങ്കിലും മാറ്റങ്ങൾ അവിടെയാണ് കൊണ്ടുവരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ചെയ്യാനാണ് ആവശ്യമെന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്താണെന്ന് ഞാൻ അറിയപ്പെടുന്നില്ല. ഞാനൊരു സ്പോക്സ്മാനുമല്ല ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഞാൻ എപ്പോഴും എടുത്തൊരു അഭിപ്രായമാണ്, നമ്മൾക്ക് ഒരു നല്ലൊരു KPCC അധ്യക്ഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പല ബൈ ഇലക്ഷനും ജയിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം കാണുന്നില്ല അദ്ദേഹത്തെ മാറ്റം. പക്ഷേ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതൊക്കെ നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങളല്ലേ ഇതൊക്കെ കേൾക്കുന്നതും എഴുതുന്നതും. എനിക്ക് അതിനെക്കാട്ട് കൂടുതൽ അഭിപ്രായമില്ല പറയാൻ, കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് ശരിക്കും എനിക്കൊന്നും അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്?